ഇനി അടുത്തൊരു സ്റ്റെപ്പ് എന്താണ്? ലവ് യു ബേബിക്ക് ശേഷം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രൊഡ്യൂസർ എന്താ മറുപടി നൽകും? അടുത്തൊരു സിനിമ. അത് ഇപ്പൊ നമ്മളൊരു 8 മിനിറ്റുള്ള ഒരു സാധനത്തിന് പോലും ഇത്രയും ബുദ്ധിമുട്ടുകൾ എടുക്കുമ്പോൾ നമുക്ക് ഊഹിക്കാവുന്നതാണ് ഒരു സിനിമ എന്ന് പറയുമ്പോഴത്തേക്ക് അതിനകത്ത് നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്. അതെല്ലാം നേരിടാൻ തയ്യാറാണ്. നമ്മൾ ഓൾറെഡി പടം ചെയ്തിട്ടുണ്ട്. പിന്നെ കൊമേഴ്ഷ്യൽ ഇങ്ങനത്തെ ഒരു വർക്കല്ല. അതായത് നമ്മളിപ്പോ മൈസെൽഫ് ക്ലമന്റ്, ഉപമ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വർക്കുകൾ ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം സിനിമ തന്നെയാണ്. പക്ഷെ അത് നമ്മുടെ ഫ്രണ്ട് സർക്കിളിൽ നിൽക്കുന്നവരെ വെച്ചിട്ടാണ് നമ്മൾ. അപ്പൊ നമ്മൾ പെട്ടെന്ന് നമുക്ക് വർക്ക് ചെയ്യാം. അവര് നമുക്ക് പെട്ടെന്ന് വരും. നമ്മൾ എപ്പോ വിളിക്കുന്നു അപ്പോഴും അവർ വരും. അതുപോലെ നമ്മുടെ ടൈമാണല്ല. സത്യം പറഞ്ഞാൽ ആൽബത്തേക്കാൾ എളുപ്പം സിനിമയായിരുന്നു. അപ്പോ നമ്മുടെ ഞാൻ ചെയ്തതിൽ അതാണ്. അവര് കൂടുതലും നമ്മുടെ ഫ്രണ്ട് സർക്കിളിൽ നിൽക്കുന്നില്ല. നമുക്ക് ഔട്ട് സൈഡിൽ നിന്ന് ആരും ഇല്ല. അത് ശരി. അഭിനയിക്കുന്നവർ നമ്മുടെ ഫ്രണ്ട് സർക്കിളിൽ നിൽക്കുന്നത് എല്ലാം പുതിയ ആൾക്കാർ തന്നെയാണ്. പിന്നെ ക്യാമറ ചെയ്യാൻ നമ്മുടെ കൂട്ടത്തെ ആളുണ്ട്, എഡിറ്റിംഗ് ചെയ്യാൻ ആളുണ്ട്, ഡയറക്ഷൻ ചെയ്യാനും ആളുണ്ട്. പിന്നെ മൊത്തത്തിൽ ആ സിനിമയുടെ എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട് ആൾ നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഉണ്ട്. അപ്പൊ അത് നമുക്കൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയില്ല. ഏത് വർക്കായാലും ശരി, ഇപ്പോൾ സിനിമയായാലും ഷോർട്ട് ഫിലിം ആയാലും മ്യൂസിക്കൽ ആൽബം ആയാലും വെബ് സീരീസ് ആയാലും ടീം വർക്കാണ്. ഫുള്ള് സിങ്ക് ആയിട്ട് നിന്നാലും നമുക്ക് കറക്റ്റായിട്ട് കൊണ്ടുപോകാൻ പറ്റും. ആ ഒരു സിങ്കില്ലായ്മ പല സ്ഥലങ്ങളിൽ ഉണ്ടായതുകൊണ്ടാണ് കുറച്ച് ഡിലേ ആയത്.